ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വന്ദ്യരായ ടി.എം. ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ രചന നിർവഹിച്ച മൗലിദുന്നൂറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലെ ആദ്യ ഗദ്യഭാഗവും അതിനോട് ചേർന്ന് വരുന്ന പദ്യഭാഗവും നമ്മൾ വിശദീകരിച്ചു. ഇനി അടുത്ത ഭാഗത്തേക്ക് മഹാനവറുകൾ പറയുന്നത് ഷെയ്ഖുനായുടെ പരമ്പരയെക്കുറിച്ചാണ്. ആ പരമ്പരയുടെ വിശുദ്ധി, അവരുടെ ഉപ്പാപ്പമാർ, മാതാവ് തുടങ്ങിയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടാമത്തെ ഗദ്യഭാഗത്ത് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ ചേർത്തിട്ടുള്ളത്. കുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാവ് ഷെയ്ഖുന കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ഷെയ്ഖുനായുടെ ഖബറിൻ്റെ സമീപത്തു തന്നെയാണ് മഹാനവറുകളുടെ ഖബർ ഷരീഫുള്ളത്. കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ പിതാവ് ഷെയ്ഖുന മുഹമ്മദുൽ മഷ്ഹൂർ ബി കുഞ്ഞിമാഹിൻ മുസ്ലിയാർ, കുഞ്ഞിമാഹിൻ മുസ്ലിയാർ എന്ന് മഷ്ഹൂറായ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് എന്ന വ്യക്തിയാണ് നവ്വറല്ലാഹു മർഖദ. അഥവാ ഷെയ്ഖുനായുടെ പിതാവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ, അവരുടെ പിതാവ് കുഞ്ഞിമാഹിൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹും. ആരാണ് ഈ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ? അല്ലദീ ഹജ്ജ മർറത്തൈനി മാഷിയം മിൻ മടവൂർ, മടവൂരിൽ നിന്ന് 2 തവണ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി കഅബയിലേക്ക് നടന്നുപോയ ആളാണ് മഹാനായ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. മഹാനവറുടെ ഖബറും ഇസ്മായിൽ മുസ്ലിയാർ പരിചയപ്പെടുത്തുന്നുണ്ട്. വമർഖദുഹു ഷരീഫ്, കുഞ്ഞിമാഹിൻ മുസ്ലിയാരുടെ ഖബറുള്ളത് ഫി ഹുജ്റത്തി ജനൂബിൽ മിഹ്റാബി ഫിൽ മസ്ജിദിൽ ജാമിഇൽ മടവൂരി ഖദ്ദസല്ലാഹു അസ്റാറഹു, മടവൂർ ജുമുഅത്ത് പള്ളിയുടെ മിഹ്റാബിൻ്റെ സമീപത്തുള്ള ഒരു ഹുജ്റയിലാണ് അവിടുത്തെ ഖബറുള്ളത്. ഈ മൗലിദ് എഴുതുന്ന സമയത്ത് ഉള്ള രൂപമല്ല ഇപ്പോൾ മടവൂർ പള്ളിയുടെ അകംപള്ളിക്കുള്ളത് എന്ന് നമ്മൾക്കൊക്കെയും അറിയാം. ഈ അടുത്ത കാലങ്ങളിൽ അവിടെ പുനർനിർമ്മാണം നടത്തിയപ്പോൾ മിഹ്റാബ്, ആ മിഹ്റാബും അതിനോടനുബന്ധമായ സ്ഥലങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിമാഹിൻ മുസ്ലിയാരുടെ ഖബർ നിസ്കാരത്തിന് സ്വഫ് കെട്ടുന്നതിന് ഇടയിൽ തന്നെ പ്രത്യേകമായി ഗ്ലാസിട്ട ചുമരുകളും മറ്റുമൊക്കെയായിട്ട് പ്രത്യേകമായി അടയാളപ്പെടുത്തിയത് മടവൂരിലെ ജുമുഅത്ത് പള്ളിയുടെ അകംപള്ളിയിലേക്ക് കയറുന്ന ആർക്കും കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ ഷെയ്ഖുന കുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹിയുടെ വലിയുപ്പയാണ് മഹാനവറുകൾ. മഹാനവറുകളും മടവൂരിൽ ജീവിക്കുകയും മടവൂരിലും പരിസരങ്ങളിലുമൊക്കെ വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത വിലായത്തിൻ്റെ ഉടമയാണ് കുഞ്ഞിമാഹിൻ മുസ്ലിയാർ. അവരുടെ മകനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ, അവരുടെ മകനായ മഹാനായ ഷെയ്ഖുന കുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ പരമ്പര തന്നെ ഔലിയാക്കളുടെ പരമ്പരയാണ് എന്നു മാത്രമല്ല, ആ പരമ്പരയിൽ ശുഹദാക്കൾ പോലും ഉണ്ടെന്ന് ഇസ്മായിൽ മുസ്ലിയാർ തൻ്റെ മൗലിദിലൂടെ നമ്മെ അറിയിക്കുകയാണ്. വ അജ്ദാദുഹു കദാലിക് മിന ശുഹദാഇൽ മദ്ഫൂനീന ബിഖർയത്തി ഫറംബത്ത്, പറമ്പത്ത് പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന ശുഹദാക്കളിൽ, രക്തസാക്ഷികളിൽ മഹാനായ കുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാമഹന്മാർ, അവിടുത്തെ വലിയുപ്പമാർ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ അത്തോളിക്കടുത്താണ് പറമ്പത്ത് എന്ന പ്രദേശം. അവിടെ പള്ളിക്ക് സമീപത്ത് ധാരാളം ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഷെയ്ഖുനായുടെ പിതാമഹന്മാർ, അവിടുത്തെ അജ്ദാദുകൾ ഉണ്ട്. വ ഖുബൂറുഹും തുസാറു, ആ ഖബറിടങ്ങൾ ഇന്നും പലരും സിയാറത്ത് ചെയ്യുന്നുണ്ട് എന്ന് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹു ആ ശുഹദാഇൻ്റെയും ഷെയ്ഖുനായുടെ ഉപ്പാപ്പമാരുടെയൊക്കെ മദതും
തർബിയത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വതസവ്വജ വാലിദുഹു ആയിഷ അൽ ഹാജ്ജ. മഹാനായ ശൈഖുനായുടെ പിതാവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ആയിഷ ഹജ്ജുമ്മ എന്നവരെ വിവാഹം ചെയ്തു. അവർ വളരെ സൂഫിയത്തായ, വളരെ ശാലീനതയിൽ ആബിദത്തായി ജീവിച്ച മഹദിയാണ് ആയിഷ ഹജ്ജുമ്മ എന്നവർ. ഇത് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ രണ്ടാമത്തെ പത്നിയാണ്. ആദ്യം വിവാഹം ചെയ്തത് ബീവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദിയെയാണ്. അവരുടെ ഖബറും ഇന്ന് മടവൂരിൽ തന്നെയാണുള്ളത്. മടവൂരിലെ ബീവി എന്ന മഹദി അവരാണ് ആദ്യ പത്നി. അവർ വഫാത്തായതിന് ശേഷമാണ് മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ആയിഷ ഹജ്ജുമ്മ എന്നവരെ വിവാഹം ചെയ്തിട്ടുള്ളത്. ആദ്യ പത്നിയായ ബീവി എന്നവരിൽ ഒരു മകൻ മാത്രമാണുള്ളത്. മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു മകൻ മാത്രമാണുള്ളത്. ബാക്കി 6 മക്കൾ. 6 മക്കളും മഹദിയായ ആയിഷ ഹജ്ജുമ്മ എന്നവരിലാണ് ഷെയ്ഖുന കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർക്ക് ഉണ്ടായിട്ടുള്ളത്. ആ 6 മക്കളിൽ 3ാമത്തെ വ്യക്തിയാണ് മഹാനായ ഇസ്മായിൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ രേഖപ്പെടുത്തുന്നു. വസാലിസും സുൽത്താനുൽ ഔലിയ. ആ മക്കളിൽ 6 മക്കളിൽ ആയിഷ ഹജ്ജുമ്മയിൽ ഉണ്ടായ 6 മക്കളിൽ 3ാമത്തെ വ്യക്തി മഹാനായ ഷെയ്ഖുനയാണ്. ഒന്നാമത്തെ ആൾ ഫാത്തിമ എന്നവരാണ്. അവരുടെ ഖബറും മടവൂരിലാണുള്ളത്. 2ാമത്തെ ആൾ ആമിന എന്ന സഹോദരിയാണ്. കൊടുവള്ളിയിലെ വട്ടോളിയിലാണ് മഹദിയുടെ ഖബറുള്ളത്. 3ാമത്തെ ആൾ മഹാനായ ഷെയ്ഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 4ാമത്തെ വ്യക്തി മഹാനായ സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അവരുടെ ഖബറും ഷെയ്ഖുനായുടെ ഖബറിൻ്റെ മക്കാമിൻ്റെ പുറത്ത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പുത്രനായ CM അബൂബക്കർ സഖാഫിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ചിറ്റടിമീത്തലിൽ നടക്കുന്ന മറ്റ് അനുസ്മരണ പരിപാടികളും കുത്തുബിയത്തും അങ്ങനെ ദർസും തുടങ്ങിയിട്ടുള്ള ദീനി പ്രവർത്തനങ്ങൾ, മജ്ലിസുകൾ ഒക്കെ ഇന്നും ചിറ്റടിമീത്തലിൽ ഷെയ്ഖുന ജീവിച്ച ചിറ്റടിമീത്തലിൽ നടക്കുന്നുണ്ട്. അത് ഈ പറയപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ എന്നവരുടെ പുത്രനാണ് CM അബൂബക്കർ സഖാഫി ഉസ്താദ് അവർകൾ. 5ാമത്തേത് നഫീസ എന്ന സഹോദരിയാണ്. അവർ ഇന്നും മടവൂരിൽ താമസിക്കുന്നുണ്ട്. ഹയാത്തിലുള്ള ഏക സഹോദരി, ഷെയ്ഖുനായുടെ ഏക സഹോദരി നഫീസ എന്നവരാണ്. അവർ മടവൂർ അങ്ങാടിയിൽ തന്നെ, ടൗണിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു വീട്ടിലാണ് മഹദി അവർകൾ താമസിക്കുന്നത്. അള്ളാഹു അവർക്കും നമ്മൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. 6ാമത്തവർ റഹീമ എന്ന സഹോദരിയാണ്. അവരുടെ ഖബറുള്ളത് കൊടുവള്ളിയിലാണ്. ഇങ്ങനെ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർക്ക് അഥവാ ഷെയ്ഖുനയുടെ പിതാവിന് 2 ഭാര്യമാരിലായിട്ട് ബീവി എന്ന സഹോദരിയിലും ആയിഷ ഹജ്ജുമ്മ എന്ന സഹോദരിയിലുമായിട്ട് എന്ന ഭാര്യയിലുമായിട്ട് 7 മക്കളാണുള്ളത്. അതിൽ ഷെയ്ഖുനയുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ എന്നവരാണ്. ഇന്ന് മക്കാമിലേക്ക് കയറുമ്പോൾ, മക്കാമിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ മക്കാമിലേക്ക് കയറുമ്പോൾ ഇടതുഭാഗത്ത് ആയിഷ ഹജ്ജുമ്മ എന്നവരുടെ നവ്വറല്ലാഹു മർഖദ അവരുടെ ഖബർ ഇന്ന് കാണാം. അവിടെ പ്രത്യേകമായി ഇത് ഷെയ്ഖുനായുടെ മാതാവാണ് എന്ന് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു മഹദിയുടെയും മറ്റുമൊക്കെ കാവൽ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ അവരുടെ ജന്മം നടന്നത് കളപ്പിലാവിൽ തറവാട്ടിലാണ്. അതും മടവൂരിൽ തന്നെയാണ്. ഇസ്മായിൽ മുസ്ലിയാർ അതും രേഖപ്പെടുത്തുന്നുണ്ട്. വക്കാന മൗലിദുഹു ഫി ബൈത്തി കളപ്പിലാവിൽ സുമ്മ ബുദ്ദില ഇല ചിറ്റടിമീത്തൽ. കളപ്പിലാവിൽ ജന്മം, പിന്നീട് ചിറ്റടിമീത്തലിലേക്ക്, മടവൂരിൽ തന്നെയുള്ള ചിറ്റടിമീത്തലിലേക്ക് അവർ താമസം മാറുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖുനായുടെ ജന്മത്തോടനുബന്ധിച്ചു തന്നെ ധാരാളം അത്ഭുതങ്ങൾ മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ അനുഭവിക്കുന്നുണ്ട്. ഇസ്മായിൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, വലമ്മ ഹമലതുഹു ഉമ്മുഹു സാഫറ അബൂഹു ലിൽ ഹജ്ജ്. മാതാവായ ഷെയ്ഖുനയുടെ മാതാവായ ആയിഷ ഹജ്ജുമ്മ എന്നവർ ഗർഭിണിയായിരിക്കെ അവിടുത്തെ ഭർത്താവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഹറമിൽ വെച്ചൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? അന്നഹു സയൂലദു ലക വലിയും മിനൽ ഔലിയാ,
മിൻ ഹാദിഹിൽ ഹംല്, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണല്ലേ, ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവം നടന്നാൽ ഫസമ്മീഹി മുഹമ്മദ് അബൂബക്കർ, ആ കുഞ്ഞിനെ നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം നടത്തണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സ്വപ്നം. മഹാനവറുകൾ തിരിച്ചു വന്നു, നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ നല്ല വായിലാണ്, പ്രഭാഷണ മേഖലയിൽ തിളങ്ങിയ ആളാണ് ശൈഖുനായുടെ പിതാവ്. ഒരിക്കൽ ഒരു വഅലിന് വേണ്ടി ഒരിടത്ത് ചെന്നപ്പോൾ ആരിഫീങ്ങളിൽപ്പെട്ട അള്ളാഹുവുമായിട്ട് വലിയ അഭേദ്യമായ ബന്ധമുള്ള വിലായത്തിൻ്റെ മർത്തബകളിൽ ഉള്ള ഒരാൾ പറഞ്ഞു, ശൈഖുനായുടെ പിതാവിനെ കണ്ടപ്പോൾ ഖദ് കുന്ത അബല്ലി വലിയിൻ, നിങ്ങൾ ഒരു വലിയിൻ്റെ പിതാവായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശൈഖുനായുടെ പിതാവിന് വലിയ സന്തോഷമായി. മഹാനവറുകൾ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ മാഷാ അല്ലാ അവിടുത്തെ ഭാര്യ ആയിഷ ഹജ്ജുമ്മ എന്നവർ പ്രസവിച്ചിട്ടുണ്ട്, ശൈഖുനാക്ക് ജന്മം നൽകിയിരിക്കുന്നു. അങ്ങനെ ശൈഖുനായുടെ ഈ വാർത്ത പറയാൻ വേണ്ടി, ഭാര്യ പ്രസവിച്ച വിവരം പറയാൻ വേണ്ടി മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ ശൈഖുനയുടെ പിതാവ് നേരെ അവിടുത്തെ ഷെയ്ഖായ അബൂബക്കറിൽ മുഹമ്മദ് അബീബക്കറിൽ ഞണ്ടാടി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞണ്ടാടി ഷെയ്ഖ് മഹാനവറുകളുടെ സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ ഞണ്ടാടി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, സമ്മി ബിനക ബിസ്മി ഫസമ്മാഹു മുഹമ്മദ് അബൂബക്കർ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് എൻ്റെ പേര് നൽകണം, അഥവാ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങളെ മകനും നൽകുക. അങ്ങനെ തിരിച്ചു വരികയും തൻ്റെ ഷെയ്ഖായ ഞണ്ടാടി ഷെയ്ഖിൻ്റെ പേര് മുഹമ്മദ് അബൂബക്കർ എന്ന പേര് മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് നൽകുകയും ചെയ്തു. പിന്നീട് ലോകത്ത് ആ പേരുകൊണ്ട് പ്രശസ്തിയാവുകയും വിലായത്തിൻ്റെ ഉന്നതങ്ങൾ കീഴടക്കുകയും ചെയ്തു. അള്ളാഹുവേ, ഇവിടെ പറയപ്പെട്ട സർവമഹാന്മാരുടെയും മഹദികളുടെയൊക്കെ കാവൽ ഞങ്ങൾക്കും കുടുംബത്തിനും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ. അല്ലാഹ് ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.